വിഷം പുരണ്ട അമ്പ് തൻ്റെ ഇടനെഞ്ചിലേക്ക് തുളച്ചു കയറി പിടഞ്ഞ് മരിക്കുമ്പോഴും ആ യുവാവ് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ല, ഞാൻ പിന്മാറുകയില്ല. യേശുവിൻ്റെ പുറകെ പോകാൻ ഉറച്ചു. ലോകം എൻ്റെ പുറകിലാണ്, ക്രൂശാണ് എൻ്റെ മുൻപിൽ. മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ ഒരു ഗോത്രവർഗ യുവാവ് യേശുവിനെ സ്വീകരിച്ചതിനാൽ തൻ്റെ കുടുംബത്തോടൊപ്പം വിഷയമ്പേറ്റ് പിടഞ്ഞു മരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ തൻ്റെ വായിൽ നിന്ന് വന്ന അവസാനത്തെ വാക്കുകളായിരുന്നു അത്. നമുക്കെല്ലാവർക്കും പരിചിതമാണത്. ലോകത്തിലെ സുപ്രസിദ്ധമായ ക്രൈസ്തവ ഗാനങ്ങളിലൊന്ന്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ പിൻഗമിക്കും. ക്രൂശന്റെ മുൻപിൽ, ലോകമൻ പിൻപിൽ, പിന്മാറാതെ പിന്മാറാതെ. ഈ ഗാനം ഒരിക്കലെങ്കിലും പാടിയിട്ടില്ലാത്ത ക്രൈസ്തവർ കുറവായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ ഗാനം ഇന്ത്യയിലാണ് പിറവിയെടുത്തത്. അതും നോർത്ത് ഈസ്റ്റിലെ മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ. ആ കഥയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മേഖലയിലെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലൊന്നാണ് മേഘാലയ. ആ മേഘാലയയിലും ആസാമിലുമായി നീണ്ടുകിടക്കുന്ന കുന്നുകളാണ് ഗാരോ കുന്നുകൾ. 2022 എനിക്ക് ഗാരോ കുന്നുകളിൽ പോകുവാൻ ഒരു അവസരം ലഭിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. 2019 ആരംഭിച്ച കോവിഡിന് ശേഷം പുറത്തേക്കൊന്നും ഇറങ്ങാതിരുന്ന ഒരു സമയത്ത് 2022 ആരംഭത്തിൽ എൻ്റെ ചില സ്നേഹിതരോടൊത്ത് ഞങ്ങൾ വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ ഈ സ്റ്റേറ്റുകളിൽ ഒരു സന്ദർശനം നടത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന യാത്രകളിലൊന്നാണ് ഈ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഈ യാത്ര. ആ യാത്രക്കിടയിലാണ് ഈ ഗാനത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നത്. ഈ ഗാനം ഒത്തിരി തവണ പാടിയിട്ടുണ്ട്. എത്രയോ വേദികളിൽ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ആ സമർപ്പണത്തോടെ, ആത്മസമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ പാടുവാൻ ഇഷ്ടപ്പെടുന്ന, വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പാടുകയും മൂളുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗാനത്തിൻ്റെ വരികളാണിത്. യേശുവിൻ്റെ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറുകയില്ല. വളരെ ഉറപ്പോടെ ഏത് ക്രിസ്ത്യാനിക്കും പറയുവാൻ പറ്റുന്ന വാക്കുകൾ, അല്ലെങ്കിൽ പറയേണ്ടുന്ന വാക്കുകൾ. ലോകപ്രസിദ്ധമായ ഈ ക്രൈസ്തവ സമർപ്പണ ഗാനം ഭാരതത്തിലാണ് ഉടലെടുത്തതെന്നറിയുമ്പോൾ ഓരോ ഭാരതീയ ക്രൈസ്തവനും അഭിമാനിക്കുവാൻ വകയുണ്ട്. എന്നാൽ ആ ഗാനത്തിൻ്റെ പുറകിലുള്ളത് കരളലിയിക്കുന്നൊരു കഥയാണ്. ആ കഥ ഇപ്രകാരമാണ്. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് മേഘാലയയിൽ 75% ക്രൈസ്തവരാണുള്ളത്. 19-ാം നൂറ്റാണ്ടിലാണ് ആ മേഖലയിലുള്ള ഗോത്രവർഗ ജനത യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയോ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓർക്കണം, വളരെ പ്രാകൃതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഗോത്ര ജനവിഭാഗമായിരുന്നു ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഉണ്ടായിരുന്നത്. പരസ്പരം പോരടിച്ചും വേട്ടയാടിയും അപരിഷ്കൃതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ജനത. ആ ജനതയ്ക്കിടയിലേക്കാണ് ക്രൈസ്തവ മിഷണറിമാർ യേശുവിൻ്റെ സ്നേഹവുമായി എത്തിച്ചേർന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷണറിമാർ, യൂറോപ്പിൽ നിന്നുള്ള പല പ്രസ്ബിറ്റേറിയൻ മിഷണറിമാർ. അതിൻ്റെ തുടർച്ചയായിട്ട് 19-ാം നൂറ്റാണ്ടിൽ തന്നെ കത്തോലിക്ക സഭയും അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് ബാപ്റ്റിസ്റ്റ് സഭയും പ്രസ്ബിറ്റേറിയൻ സഭയും ഒപ്പം ഈ കത്തോലിക്ക സഭയും അവിടെ ധാരാളം അംഗങ്ങളുള്ള പ്രധാനപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളാണ്. പുതുമുന്നേറ്റങ്ങളായ പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കും മറ്റ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾക്കുമൊക്കെ അവിടെ ധാരാളം സഭകളുണ്ട്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ഗോത്ര മേഖലയിൽ ക്രിസ്തുവിശ്വാസം അവരുടെ ജീവിത രീതികളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേഷവിധാനത്തിൽ തുടങ്ങി അവരുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയുന്നതാണ് ഒരർത്ഥത്തിൽ ശരി. അപ്പോൾ തന്നെ ഗോത്രവർഗത്തിൻ്റെതായ പല രീതികളും ഇന്നും അനുവർത്തിക്കുന്ന വിഭാഗങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ട്. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ കൂട്ടമായി ആളുകൾ ക്രൈസ്തവരായി മാറിയപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിന് മാറ്റമുണ്ടായി ക്രൈസ്തവരായവരല്ല. അതിനാൽ തന്നെ ആ ഗോത്രവർഗത്തിൻ്റെതായ പല കാര്യങ്ങളും ഇപ്പോഴും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ
ആ മേഖലയിലുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വിശ്വാസത്തിന് മാറ്റമുണ്ടാകുന്ന ഒരു വിഭാഗം അവരുടെ ദൈവവിശ്വാസത്തിൽ രൂപാന്തരം ഉണ്ടായെങ്കിലും സാംസ്കാരികമായ മാറ്റം വളരെ പതിയെ മാത്രമാണ് ദൃശ്യമായി വരുന്നത്. പഞ്ചാബിൽ കൂട്ടമായി ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അവിടെയും സാംസ്കാരികപരമായ മാറ്റം വളരെ പതിയെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നാം കേരളത്തിൽ കരുതുന്നത് പോലെയുള്ള ഒരു ക്രിസ്തീയ വിശ്വാസമോ വേദപുസ്തകത്തിന്റെ പൂർണ്ണ അടിത്തറയിലുള്ള ക്രിസ്തു വിശ്വാസമോ ഒന്നും ഈ മേഖലകളിലൊന്നും നമുക്ക് വളരെ പെട്ടെന്ന് ദൃശ്യമായെന്ന് വരികയില്ല. അപ്പോൾ തന്നെ വളരെ തീവ്രമായ വിശ്വാസ അനുഭവങ്ങൾ പ്രാപിച്ചവരും ആ മേഖലകളിലുണ്ട്. ഇനി സുപ്രസിദ്ധമായ ഈ ഗാനത്തെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗാരോ ഹിൽസിൽ ഞങ്ങൾ യാത്ര ചെയ്തു. മേഘാലയയിലെ ആ മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ എന്നോടുകൂടെ ഗുജറാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മസീ മണ്ഡലി എന്ന് പറയുന്ന സഭയുടെ സ്ഥാപകനും എൻ്റെ സ്നേഹിതനുമായ പാസ്റ്റർ സജി മാത്യു, തിരുവല്ലയിലുള്ള എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജോബി വർഗീസും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഗോഹട്ടിയിൽ നിന്ന് റോഡ് മാർഗം ഞങ്ങൾ മേഘാലയയിലേക്ക് യാത്ര ചെയ്തു. പാസ്റ്റർ സ്വെലിക്സൺ സാക്മ എന്ന ദൈവദാസന്റെ ഭവനത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. ആ ഭവനം ആ ദേശത്തെ ഒരുവിധം കൊള്ളാവുന്ന ഒരു ഭവനമാണ്. അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു 25 വർഷം മുമ്പ് അല്ലെ ഒരു 30 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു വീടിന് തുല്യമാണ് ആ വീട്. ഞങ്ങൾ രാത്രിയിലാണ് അവിടെ എത്തുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുറ്റം നിറയെ കോഴികളുണ്ട്, വരാന്തയിൽ പൂച്ചയുണ്ട്, നായ്ക്കളുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ധാരാളം പന്നികളുണ്ട്. പന്നിയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ വിചിത്രമായ കാഴ്ചകൾ, ഗ്രാമാന്തരീക്ഷത്തിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ഈ മനോഹരമായ ഗാനത്തിന്റെ കഥ കേൾക്കുന്നത്. ആ കഥ ഇപ്രകാരമാണ്. 19-ാം നൂറ്റാണ്ടിൽ മിഷണറിമാർ വന്ന് ഈ ഗോത്ര മേഖലയിൽ സുവിശേഷം അറിയിക്കുകയും ചില ആളുകളൊക്കെ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നോക്സൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തു വിശ്വാസിയായി. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഈ 4 പേരടങ്ങുന്ന കുടുംബം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തതോടുകൂടെ അവരുടെ ഗോത്രത്തിലെ എല്ലാവരും തന്നെ അവർക്കെതിരായി മാറി. ഒടുവിൽ ഗോത്ര തലവൻ ഇവരെ വിളിച്ചു വരുത്തി. ഓർക്കണം, ഇന്നത്തെ നിലയിലുള്ള നിയമവ്യവസ്ഥിതികളൊന്നും നിലനിൽക്കുന്ന കാലമല്ല. പരസ്പരം പോരടിക്കുന്ന ഗോത്രങ്ങൾ നിറഞ്ഞ ഒരു മേഖലയിൽ ഓരോ ഗോത്രത്തിന്റെ തലവന്മാരാണ് അവിടെ നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നതും നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഗോത്ര നേതാവ് പറയുന്ന, ഗോത്ര തലവൻ പറയുന്ന വാക്കുകൾക്ക് തിരുവായ്ക്കെതിർവായില്ലാതെ എല്ലാവരും അനുസരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ ചെറിയ സമൂഹത്തിൽ ഗോത്ര തലവൻ നോക്സങ്ങിനെയും കുടുംബത്തിനെയും വിചാരണ നടത്തുന്നതിന് വേണ്ടി വിളിച്ചു. ആ ഗോത്രം മുഴുവൻ ഈ വിചാരണ കാണാനായിട്ട് വന്നു നിൽക്കുകയാണ്. അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഗോത്ര തലവൻ നോക്സങ്ങിനോട് കൽപ്പിച്ചു, നീ മിഷണറിമാരുടെ കൂടെ കൂടി ക്രിസ്ത്യാനിയായത് നമ്മുടെ ഗോത്രത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് നീ മടങ്ങി വരണം. നോക്സങ് പറഞ്ഞു, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഇനി എനിക്ക് തിരിച്ചു വരുവാൻ ഒക്കത്തില്ല, ഞാൻ പിന്മാറത്തില്ല. പല പ്രലോഭനങ്ങൾ നോക്സങ്ങിന് നൽകിയെങ്കിലും അയാൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കോപാകുലനായ ഗോത്രത്തലവൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു, ഇവന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോവാം. അങ്ങനെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവരെ നോക്സങ്ങിന്റെ മുന്നിൽ നിർത്തിയിട്ട് നോക്സങ്ങിനോട് പറഞ്ഞു, നിന്റെ മക്കളെ ഇപ്പോൾ കൊന്നുകളയുവാൻ പോകുകയാണ്. നിനക്ക് യേശുവിനെ വേണോ ഈ കുഞ്ഞുങ്ങളെ വേണോ, നീ തന്നെ തീരുമാനിക്കണം. നോക്സങ് പറഞ്ഞു, എനിക്ക് എന്ത് നഷ്ടമായാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല. അടുത്ത നിമിഷം ക്രൂരന്മാരായ 2 അനുചരന്മാർ മുന്നോട്ട് വന്നു. അവർ തോളിൽ നിന്ന് അമ്പെടുത്ത് കുലച്ച് ഈ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചു. വീണ്ടും ഗോത്രത്തലവൻ അലറിക്കൊണ്ട് ചോദിച്ചു, നോക്സൺ, നിന്റെ കുഞ്ഞുങ്ങളെ വേണോ യേശുവിനെ വേണോ? നോക്സൺ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് യേശുവിനെ വിട്ടുകളയുവാനൊക്കത്തില്ല, എനിക്ക് പിന്മാറാനൊക്കത്തില്ല. അടുത്ത നിമിഷം വിഷം പുരട്ടിയ അമ്പുകൾ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വന്ന് തറച്ചു. 2 കുഞ്ഞുങ്ങളും അവിടെ പിടഞ്ഞു മരിച്ചു. ഹൃദയഭേദകമായ ഈ കാഴ്ച കണ്ട് നോക്സങ്ങിന്റെ ഭാര്യ നിലവിളിച്ചു. അടുത്തത് അവളുടെ ഊഴമായിരുന്നു. ചെറുപ്പക്കാരിയായ നോക്സങ്ങിന്റെ ഭാര്യയെ അവർ മുൻപോട്ട് കൊണ്ടുവന്നു. വീണ്ടും ഗോത്രത്തലവൻ കൂടുതൽ കോപാകുലനായിക്കൊണ്ട് നോക്സങ്ങിനോട് അലറി, നിന്റെ ഭാര്യ ഇതാ നിന്റെ മുൻപിൽ നിൽക്കുന്നു, അവളെയും ഞാൻ കൊന്നുകളയുവാൻ പോകുകയാണ്. നിനക്ക് യേശുവിനെ വേണമോ നിന്റെ ഭാര്യയെ വേണമോ? നോക്സങ് വീണ്ടും പറഞ്ഞു, എനിക്ക് ഈ ലോകം വേണ്ട, ലോകത്തിലൊന്നും വേണ്ട, ഞാൻ യേശുവിൻ്റെ പിൻപേ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത നിമിഷം
ആ കുഞ്ഞുങ്ങളെ പോലെ നോക്സങ്ങിന്റെ ഭാര്യയും അവിടെ പിടഞ്ഞു വീണു. ഈ കാഴ്ച കണ്ട് സമൂഹം മുഴുവൻ ഞെട്ടി നിൽക്കുകയാണ്. അടുത്ത ഊഴം നോക്സങ്ങിൻ്റെതാണ്. എനിക്ക് യേശു മതി, ലോകം എൻ്റെ പിന്നിലാണ്, യേശുവാണ് എൻ്റെ മുൻപിൽ, ക്രൂശാണ് എൻ്റെ മുൻപിൽ. ഉറപ്പോടെ നോക്സങ് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. വിഷം പുരട്ടിയ അമ്പ് നോക്സങ്ങിന്റെ ഇടനെഞ്ചിലേക്ക് തുളച്ചു കയറി. നിമിഷങ്ങൾക്കകം നോക്സിങ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. നോക്സിങ്ങിന്റെയും കുടുംബത്തിന്റെയും ഈ ദാരുണ മരണങ്ങൾ കണ്ട് ഗോത്രം മുഴുവൻ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ്. ക്രൂരനായ ഗോത്രത്തലവന്റെ വാക്കുകൾക്ക് എതിർവാ പറയുവാൻ നിവൃത്തിയില്ലാത്ത അടിമകളെ പോലെ ജീവിക്കുന്ന ആ സമൂഹം മുഴുവൻ ദുഃഖാർദ്രരായി. അവരുടെ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മിണ്ടുവാൻ വയ്യ. ശ്മശാനമുഖമായ അന്തരീക്ഷത്തിൽ എല്ലാവരും നിൽക്കും. ആ കാഴ്ച കാണാൻ വയ്യാതെ പലരും മുഖം പൊത്തി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞു. ഗോത്രത്തലവൻ എഴുന്നേറ്റു. അയാൾ ഒരു പ്രഖ്യാപനം നടത്തി. നോക്സങ്ങിന്റെ യേശുവിനെ അനുഗമിക്കുവാൻ ഞാനും തീരുമാനിക്കും. ഗോത്രത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് യേശുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ നോക്സിങ് എന്ന് പറയുന്ന തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെയും അവന്റെ ഭാര്യയെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും അമ്പെയ്ത് കൊന്നുകളഞ്ഞത്. അത് കൽപ്പിച്ച അതേ ഗോത്രത്തലവൻ ഇപ്പോൾ പറയുന്നു, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത്. എല്ലാവരും നിർനിമേഷരായി നോക്കി നിൽക്കെ അയാൾ പറഞ്ഞു, സ്വന്തം ഭാര്യയും മക്കളും തൻ്റെ തന്നെ ജീവനും നഷ്ടപ്പെട്ടിട്ടും യേശുവിനെ പിൻപറ്റാൻ അയാൾ തീരുമാനിച്ചെങ്കിൽ ആ യേശുവിന് എന്തോ പ്രത്യേകതകളുണ്ട്. ഞാനും ആ യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി മുതൽ ഞാൻ യേശുവിനെ പിൻഗമിക്കും. ഈ വാക്കുകൾ പതിയെ ആ സമൂഹം മുഴുവൻ ഏറ്റെടുത്തു. ആ ഗോത്രം മുഴുവൻ ആ നിമിഷത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. നോക്സങ്ങിന്റെ അവസാന വാക്കുകൾ, ഞാൻ യേശുവിനെ അനുഗമിക്കും, പിന്മാറുകയില്ല, ലോകം എൻ്റെ പുറകിലാണ്, ക്രൂശാണ് എൻ്റെ മുൻപിൽ. ഈ വാക്കുകൾ അവരൊരു ഗാനമായി പാടുവാൻ തുടങ്ങി, ആലപിക്കുവാൻ തുടങ്ങി. ആ വാക്കുകൾ അവർ ഏറ്റേറ്റ് പാടി. ഇതാണ് ആ ഗാനത്തിൻ്റെ പിറവിയുടെ നിമിഷം. പിന്നീട് തലമുറകളായി ഗോത്രം ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. അവരുടേതായ ട്യൂണിൽ, അവരുടെ രീതിയിൽ അത് പാടിക്കൊണ്ടേയിരുന്നു. ഈ കഥ അവരുടെ ഇടയിൽ വ്യാപകമായി പ്രചരിച്ചു. മേഘാലയയിലെ ക്രൈസ്തവ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് നോക്സിങ്ങിന്റെയും കുടുംബത്തിന്റെയും മരണം. എന്നാൽ മേഘാലയ പിന്നീട് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ ദേശമായി മാറി. ഒടുവിൽ മഹാനായ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകരോട് ഞാനൊരു ക്ഷമാപണം നടത്തട്ടെ. പഞ്ചാബിലെ ഉണർവിനെ കുറിച്ച് ഞാൻ തയ്യാറാക്കിയ വീഡിയോയിൽ നിർബന്ധമായും പരാമർശിക്കപ്പെടേണ്ട 2 പേരുകളായിരുന്നു പ്രേയിങ് ഹൈഡ് എന്നറിയപ്പെടുന്ന ജോൺ ഹൈഡ് എന്ന മിഷണറിയുടെയും സാധു സുന്ദർ സിംഗിന്റെയും പേരുകൾ. ഇവരെ 2 പേരെ കുറിച്ചും വിശദമായ ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അധികം വൈകാതെ ഇത് ചെയ്യാമെന്ന് കരുതുന്നു. സാധു സുന്ദർ സിംഗ് തൻ്റെ യാത്രകൾക്കിടയിൽ മേഘാലയയിലെ നോക്സങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളെക്കുറിച്ചും ആ വാക്കുകൾ വെച്ച് ഗോത്രവർഗക്കാർ പാടുന്ന പാട്ടിനെ കുറിച്ചും അറിഞ്ഞു. അങ്ങനെ സാധു സുന്ദർ സിംഗ് ആണ് ഈ വാക്കുകൾ ഒരു ഗാനരൂപത്തിൽ ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്തത് എന്ന് കരുതപ്പെടുന്നു. ഏതായാലും ഈ വാക്കുകൾ, ഈ ഗാനം ലോകപ്രസിദ്ധമായി മാറി. പ്രശസ്ത അമേരിക്കൻ സംഗീതജ്ഞനും കമ്പോസറുമായ സർ വില്യം ജെൻസൺ റെനോൾഡ്സ് ആണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. തുടർന്ന് ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ഈ ഗാനം തങ്ങളുടെ മീറ്റിങ്ങുകളിൽ തുടർമാനമായി ഉപയോഗിക്കുകയും തന്മൂലം ഈ ഗാനം ലോകമെങ്ങും പോപ്പുലറായി മാറുകയും ചെയ്തു. ഈ അനശ്വര ഗാനം ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിത സമർപ്പണത്തിന്റെ ഗാനമായി മാറി. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് മേഘാലയ, ആസാം മേഖലയിൽ പടർന്നു കിടക്കുന്ന ഗാരോ കുന്നുകളിൽ ഉത്ഭവിച്ച ഈ മനോഹര ഗാനം നമുക്കും ആത്മാർത്ഥമായി ഒന്ന് ചേർന്ന് പാടുവാൻ സാധിക്കുമോ? യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ പിൻഗമിക്കും. ക്രൂശന്റെ മുൻപിൽ ലോകമിൻ പിൻപിൽ, പിന്മാറാതെ പിന്മാറാതെ.